കോഴിക്കോട് കാരന്തൂർ ലഹരി കേസിൽ അറസ്റ്റിലായ ടാൻസാനിയൻ സ്വദേശികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ച മലയാളികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം. ലഹരി ഇടപാടിന് വേണ്ടിയാണ് പണം അയച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ് നടപടി. റിമാൻഡിലായ ടാൻസാനിയൻ സ്വദേശികൾക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇതൊരു വലിയ റാക്കറ്റാണ് എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയോ? എന്തൊക്കെയാണ് പോലീസ് ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ? അനുജ, വലിയ റാക്കറ്റ് തന്നെയാണ് ഈ കാരന്തൂർ MDMA കേസിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ കേസിലെ മലയാളി ബന്ധം പുറത്തു കൊണ്ടുവരികയാണ് അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത്. ഒന്നാം പ്രതിയായിട്ടുള്ള ഡേവിഡ് എൻഡമിയുടെയും രണ്ടാം പ്രതിയായിട്ടുള്ള അറ്റ്ക ഹരുഡിനുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മലയാളികൾ പണം അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. മുമ്പ് ലഹരിമരുന്ന് ഇടപാട് നടത്തിയതിൻ്റെയും ഭാവിയിൽ നടത്താനുള്ളതിൻ്റെയുമായ പണമാണ് ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതെന്നാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ. അതുകൊണ്ട് പണം അയച്ച മുഴുവൻ ആളുകളെയും കണ്ടെത്തിയ ശേഷം അവർക്ക് നോട്ടീസ് നൽകും. അതിനുശേഷം ചോദ്യം ചെയ്യും. ആവശ്യം വരികയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഒന്നാം പ്രതിയായിട്ടുള്ള ഡേവിഡ് എൻഡമിയുടെ അക്കൗണ്ടുകളിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 1 കോടിയിലധികം രൂപയുടെ വിനിമയം നടന്നു എന്നാണ് പറയുന്നത്. രണ്ടാം പ്രതിയുടെ അക്കൗണ്ടിൽ 30 ലക്ഷം രൂപ വന്നുപോയതായും പറയുന്നുണ്ട്. അക്കൗണ്ടിൽ വന്ന പണം ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിവിധ ATMകളിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിലെ മലയാളി ബന്ധം പുറത്തു കൊണ്ടുവരികയാണ് പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇന്നലെ റിമാൻഡായ 2 പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ഉടൻ തന്നെ കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഇത് സംബന്ധിച്ച അപേക്ഷ സമർപ്പിക്കുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അനുജ, ശരി, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കാരന്തൂരിൽ ലഹരി കേസിൽ ടാൻസാനിയൻ സ്വദേശികൾ അറസ്റ്റിലായത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ച മലയാളികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ, ഈ ടാൻസാനിയൻ സ്വദേശികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഉടൻ തന്നെ നൽകുമെന്ന വിവരമാണ് രാഹുൽ സുരേഷ് നൽകിയത്.